ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറം സ്റ്റൈലിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ ഉള്ളിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4-5 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഉള്ളി നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അത്രയും സമയം നമ്മൾ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് പൊടിഞ്ഞിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കരുത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത് വേണം ചേർക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ ഈ ചോറിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയതാണ്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ചോറ് കൂടി ചേർത്തിട്ട് ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ആ ഉള്ളിയിൽ തന്നെ ചേർത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചോറ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചോറ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു അച്ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. എന്നാൽ പ്രസവിച്ച് കിടക്കുന്നവർക്ക് അച്ചാറൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അതിന് പകരം ഈ ഉള്ളിച്ചോറിൻ്റെ കൂടെ സാധാരണ കൊടുക്കുന്നത് നിറയെ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള താറാമുട്ട വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റാണ്. അപ്പോൾ അതുകൂടി കൂട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉള്ളിച്ചോറാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചൂടോറ് കൂടിയിട്ട് ഈ ഓംലെറ്റും കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.